ഹലോ, അസ്സാം വലൈക്കും. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ചരിത്രമാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഭാഗമായിട്ടാണ് ഞാനീ പറയുന്നത്. അത് ഈ പാർട്ട് 2 ആയിട്ടാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. പാർട്ട് 1 എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് പറയുന്ന എനിക്കും ഇത് കേൾക്കുന്ന നിങ്ങൾക്കും പടച്ചവൻ അർഹമായ പ്രതിഫലം നൽകട്ടെ. അങ്ങനെ കണ്ണീരും പുഞ്ചിരിയും നിറഞ്ഞുള്ള ഒരു കാലം. ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് 5 വയസ്സ് പ്രായം. അവർ മുറ്റത്തുള്ള പഞ്ചാര മണലിൽ കളിക്കുന്നു. അവരുടെ തൃപ്പാദ സ്പർശനമേറ്റ് മണൽത്തരികൾ പുളകം കൊള്ളുന്നു. കൂട്ടുകാർക്ക് നിർവൃതി. അതാ വരുന്നു ഒരു ഉരുക്ക് മനുഷ്യൻ. ദേഹത്തിൽ മസിലുകൾ, ഉരുക്ക് നിർമ്മിതമായ ഉണ്ടകളെന്ന് തോന്നും. വിരിഞ്ഞ മാറിടം, ആരോഗ്യ ദൃഢഗാത്രൻ. അബൂജഹലാണത്. അയാൾക്ക് ഫാത്തിമയോട് സ്നേഹം തോന്നി. മെല്ലെ ഒന്ന് നുള്ളിയതേയുള്ളൂ. പക്ഷേ പൂവിതൾ പോലുള്ള തളിർമേനിക്ക് അത് അസഹ്യമായ വേദനയായിരുന്നു. കുട്ടി നിലവിളിച്ചപ്പോൾ അയാൾ അവരെ വാരിയെടുത്ത് മാറോട് ചേർത്ത് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. കുട്ടി പക്ഷേ വഴങ്ങിയില്ല. നിലവിളി ഏറിയതേയുള്ളൂ. അതിനാൽ നിസ്സഹനായ അബൂജഹൽ സ്ഥലം വിട്ടു. കുട്ടി നിലവിളി തുടർന്നപ്പോൾ അബൂ സുഫിയാൻ ആ വഴിക്ക് വന്നു. അദ്ദേഹം കുട്ടിയെ വാരിയെടുത്ത് ചോദിച്ചു, മോളെ എന്തിന് കരയുന്നു? എന്നെ അയാൾ വേദനിപ്പിച്ചു. ആര്? അബൂജഹലോ? അതെ, അയാൾ തന്നെ. മോള് വാ, നമുക്ക് അയാളെയും നുള്ളാം. ഫാത്തിമ കൂടെ പോയി. അബൂജഹൽ കൂട്ടുകാരുമൊത്ത് സൊറ പറഞ്ഞ് രസിക്കുകയായിരുന്നു. അബൂ സുഫിയാൻ ചോദിച്ചു, നീ ഇവളെ നുള്ളിയോ? ഓ, സ്നേഹം കൊണ്ടല്ലേ. നിന്റെ സ്നേഹം കൊണ്ടുപോയി പുഴുങ്ങി തിന്ന്. അബൂജഹൽ പറഞ്ഞു, വേദനിച്ചെങ്കിൽ മോള് എന്നെയും നുള്ളിക്കോളൂ. അത് കേൾക്കേണ്ട താമസം. ഫാത്തിമ റളിയല്ലാഹു അൻഹ പകരം വീട്ടി. എന്നിട്ട് തിരിച്ചു പോന്നു. അന്ന് മുതൽ ഫാത്തിമയുടെ ഉള്ളിൽ അബൂജഹലിനോടുള്ള വെറുപ്പ് വളരുകയായിരുന്നു. പിന്നെ അബൂജഹൽ തൻ്റെ പിതാവിൻ്റെ 1-ാം നമ്പർ ശത്രുവായി വളരുന്നത് ഫാത്തിമ കണ്ടു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശത്രു ആയത് എങ്ങനെയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. തങ്ങൾ നമുക്ക് വേണ്ടി മതപ്രബോധനം ചെയ്യുന്ന ടൈമിലാണ് അബൂജഹൽ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശത്രുവായി മാറിയത്. അബൂജഹൽ ആ ജീവനാന്തം പ്രവാചകന്റെ പ്രബോധനത്തെ എതിർത്തു കൊണ്ടിരുന്നു. പല തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ ശ്രമിച്ചിട്ടുമുണ്ട്. പക്ഷേ അയാൾക്ക് വിജയം പ്രാപിക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ ബദറിൽ വെച്ച് അബൂജഹൽ പ്രവാചകന്റെ ശിഷ്യനായ ഇബ്നു മസ്ഊദിനാൽ വധിക്കപ്പെട്ടു. അന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹു ഭർത്താവായ അലി റളിയല്ലാഹു അൻഹുവിനോടൊപ്പം ദാമ്പത്യ മലർവാടിയിൽ ജീവിതം നയിക്കുകയായിരുന്നു. അബൂജഹൽ സൃഷ്ടിച്ച പല യുദ്ധങ്ങളും ഫാത്തിമ റളിയല്ലാഹു അൻഹു കണ്ടിട്ടുണ്ട്. തന്നെ നുള്ളി നോവിച്ചത് സ്നേഹം കൊണ്ടാണെന്നുള്ള തിരിച്ചറിവ് ഫാത്തിമക്ക് വന്നപ്പോഴേക്കും അബൂജഹൽ ഇസ്ലാമിനെ അനേകം തവണ നുള്ളി നോവിച്ചു കഴിഞ്ഞിരുന്നു. അതിൻ്റെ മുന്നോടിയായിട്ടായിരുന്നു തന്നെ നോവിച്ചതെന്ന് പിൽക്കാലത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി. അബൂജഹൽ തൻ്റെ കണ്ണിലെ കരടായി ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് എന്നും അവശേഷിച്ചു. ഇനി ബാക്കിയുള്ളത് പാർട്ട് 3-ൽ പറയാം. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കുറിച്ച് എന്നെക്കാളും കൂടുതൽ അറിയുന്നവരാണെങ്കിൽ എനിക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുതേ. നമ്മളെ എല്ലാവരെയും ഫാത്തിമ റളിയല്ലാഹു അൻഹ കൂടെ സ്വർഗത്തിൽ നമ്മളെല്ലാവരെയും പടച്ച റബ്ബ് ഒരുമിച്ച് കൂട്ടട്ടെ. അസ്സലാമു അലൈക്കും.